ആയിരക്കണക്കിന് വർഷങ്ങളുടെ സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക പൈതൃകവും വിളിച്ചോതുന്ന മണ്ണ്. ഗ്രീക്കുകാരും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പുരാതന കാലത്ത് പേർഷ്യ എന്ന് പേരിട്ട് വിളിച്ച നാട്. ലോകരാഷ്ട്രീയത്തിലും കലയിലും ശാസ്ത്രത്തിലും സമാനതകളില്ലാത്ത മികവ് പുലർത്തിയിരുന്ന സാംസ്കാരിക ഭൂമി. 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ ലോക ചരിത്രത്തിന്റെ താളുകളിൽ ഈ രാജ്യം പേർഷ്യ എന്ന പേരിൽ അറിയപ്പെട്ടു. എന്നാൽ ഈ രാജ്യത്തെ ജനങ്ങൾ തങ്ങളുടെ നാടിനെ പണ്ടു മുതൽക്കേ അവർ പേരിട്ട് വിളിച്ചത് ആര്യന്മാരുടെ നാട് എന്നർത്ഥം വരുന്ന ഇറാൻ എന്നാണ്. അതിന് കാരണമുണ്ട്. അയൽപക്കത്തെ അറബ് ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്ന വ്യത്യസ്തമായ സ്വത്വമാണ് ഇറാന്റേത്. അവർ അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. അമേരിക്കൻ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിന്റെയും ഇറാന്റെ പ്രതിരോധ മറുപടിയുടെയും പശ്ചാത്തലത്തിൽ സത്യം പറയട്ടെ അന്വേഷിക്കുന്നു ഇറാൻ എന്ന അറബ് സ്വത്വമില്ലാത്ത ആര്യന്മാരുടെ നാടിന്റെ ചരിത്രത്തിലെ ഗതിവിഗതികളെ കുറിച്ച്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത് ക്രിസ്തുവിന് മുൻപ് 6-ാം നൂറ്റാണ്ടിൽ സൈറസ് ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന ഭരണാധികാരി അധികാരത്തിൽ വന്നതോടെയാണ്. അദ്ദേഹം സ്ഥാപിച്ച അക്കീമെനിഡ് സാമ്രാജ്യം അക്കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ ഭരണകൂടമായിരുന്നു. ഇന്നത്തെ ഇറാൻ, ഇറാഖ്, തുർക്കി, ഈജിപ്ത്, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളുടെ വലിയൊരു ഭാഗം ഈ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. വിവിധ മതവിഭാഗങ്ങളെയും വംശങ്ങളെയും ആദരിച്ചിരുന്ന സൈറസിന്റെ നയങ്ങൾ ഇന്നും ചരിത്രത്തിൽ സുവർണ ലിഖിതങ്ങളാണ്. അതായത് ഇസ്ലാമിന്റെ ഉദയത്തിന് വളരെ മുമ്പ് തന്നെ ശക്തമായ സാമ്രാജ്യമായി ഇറാന്റെ സ്വത്വം രൂപപ്പെട്ടിരുന്നു. ഒരു കാലത്ത് ദക്ഷിണേഷ്യയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് മെഡിറ്ററേനിയൻ വരെ പേർഷ്യൻ ഭരണം വ്യാപിച്ചു. പല യുദ്ധങ്ങളും അധിനിവേശങ്ങളും സാമ്രാജ്യത്തിന്റെ ഭൂപടത്തിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും പേർഷ്യ എന്ന പേര് ലോകം മുഴുവൻ ആദരവോടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഈ രാജ്യത്തെ ജനങ്ങൾ തങ്ങളുടെ നാടിനെ പണ്ടു മുതൽക്കേ ഇറാൻ എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. ആര്യന്മാരുടെ നാട് എന്നർത്ഥം വരുന്ന ആര്യാനാം എന്ന പുരാതന പദത്തിൽ നിന്നാണ് ഇറാൻ എന്ന പേര് രൂപപ്പെട്ടത്. ആദ്യകാല പേർഷ്യൻ നാഗരികത കെട്ടിപ്പടുത്ത ആളുകളുടെ ഇൻഡോ ഇറാനിയൻ പേരുകളിൽ നിന്നാണ് ഇറാൻ എന്ന പേര് വന്നത്. പുറം ലോകം പേർഷ്യ എന്ന് വിളിക്കുമ്പോഴും തദ്ദേശീയർക്ക് അതെന്നും ഇറാൻ തന്നെയായിരുന്നു. സസാനിഡ് രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ പോലും ഇറാൻ ഷഹർ എന്ന പേര് അവർ അഭിമാനത്തോടെ ഉപയോഗിച്ചിരുന്നു. പാർത്തിയൻ, സസാനിയൻ സാമ്രാജ്യങ്ങളുടെ കീഴിൽ പേർഷ്യൻ സംസ്കാരവും കലയും പരിപോഷിപ്പിക്കപ്പെട്ടു. ഈ സമയത്ത് വാസ്തുവിദ്യ, വ്യാപാരം, ശാസ്ത്രം, സാഹിത്യം എന്നിവ വികസിക്കുകയും സവിശേഷമായ നാഗരികത രൂപപ്പെടുകയും ചെയ്തു. AD 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ഉദയം അറബ് ഗോത്രങ്ങളെ ഒന്നിപ്പിച്ചു. ഇത് ഇറാനിയൻ നാഗരികതയുടെ സാംസ്കാരിക മാറ്റത്തിന് വഴിവെച്ചു. സഫാവിദ് രാജവംശം ഷിയ ഇസ്ലാം ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത് ഇറാനിയൻ സ്വത്വം ശക്തിപ്പെടുത്തി. 19-ാം നൂറ്റാണ്ടിൽ ഖജാർ വംശവും പിന്നീട് 1921-ൽ റസാ ഖാൻ പഹ്ലവി വംശവും അധികാരത്തിലെത്തി. ഇറാനും അറബ് രാജ്യങ്ങളും 1400 വർഷത്തിലേറെയായി പരസ്പരം ഇടപഴകുന്നുണ്ടെങ്കിലും ചരിത്രപരമായും വംശീയമായും വ്യത്യസ്തത അവർ തമ്മിലുണ്ട്. അറബിതര രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യയിലാണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത്. യാഥാസ്ഥിതിക മതനേതൃത്വം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിന്റെ സാമൂഹിക പ്രശ്നങ്ങൾ ഇറാന്റെ ആഭ്യന്തര സമൂഹത്തിലുണ്ട്. എങ്കിലും ഒരു രാജ്യം എന്ന നിലയിൽ ഭദ്രമായ ഒരു അസ്തിത്വം അവർ പുലർത്തുന്ന വംശീയമോ സാംസ്കാരികമോ ആയ സ്വത്വത്തെ ഭൂമിശാസ്ത്രം കൊണ്ട് മാത്രം അളക്കാനാവില്ല. ഇറാൻ ഒരു അറബ് രാജ്യമല്ല, അതൊരു പേർഷ്യൻ രാജ്യമാണ്. അറബികൾക്ക് ഇറാൻ ജനതയുമായി വംശീയ ബന്ധങ്ങളൊന്നുമില്ല. അറബികളുടെ ശൈലിയോ രീതികളോ അല്ല ഇറാന്റേത്. ഔദ്യോഗിക ഭാഷ ഇന്നും ഫാർസി അഥവാ പേർഷ്യൻ തന്നെയാണ്. അതേസമയം അറബി ഭാഷ സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെടുന്ന ഒന്നാണ്. ഇത് പേർഷ്യൻ അറബി അക്ഷരങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ലിപി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഘടന, വ്യാകരണം, പ്രധാന പദാവലി എന്നിവ വ്യത്യസ്തമാണ്. ഒരു അറബി സംസാരിക്കുന്നയാൾക്ക് പേർഷ്യൻ മനസ്സിലാക്കാൻ കഴിയണം എന്നില്ല. പേർഷ്യൻ സംസാരിക്കുന്നയാൾക്ക് അറബിയും. പക്ഷേ എഴുത്തിലെ ദൃശ്യസമാനത പലപ്പോഴും ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ചേക്കാം. അറബ് സ്വത്വം അറബി ഭാഷയുമായും പൈതൃകവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണമായി സൗദി അറേബ്യ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളെ അറബായി കണക്കാക്കുന്നത് അറബി അവരുടെ പ്രാഥമിക ഭാഷയും അതിലൂന്നിയ സാംസ്കാരിക സ്വത്വവും ഉള്ളതിനാലാണ്. യൂറോപ്പിൽ നിരവധി വ്യത്യസ്ത വംശീയ വിഭാഗങ്ങളും ഭാഷകളും ഉള്ളതുപോലെ പശ്ചിമേഷ്യ വൈവിധ്യപൂർണമാണ്. തുർക്കി അറബല്ല, ഇറാൻ അറബല്ല. വ്യത്യസ്തമായ വേരുകളുള്ള ഒന്നിലധികം നാഗരികതകൾ ഈ മേഖലയിൽ ഉൾപ്പെടുന്നുണ്ട്. 1935-ലാണ് അന്നത്തെ ഇറാൻ ഭരണാധികാരിയായിരുന്ന
റസ ഷാ പഹ്ലവി അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ പേര് പേർഷ്യ എന്നതിൽ നിന്ന് ഇറാൻ എന്ന് മാറ്റുകയാണെന്ന് ലോകരാഷ്ട്രങ്ങളോട് ഔദ്യോഗികമായി അറിയിച്ചത്. രാജ്യത്തിന്റെ സ്വത്വവും പാരമ്പര്യവും കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു പേര് വേണമെന്ന അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് ഈ മാറ്റത്തിന് പിന്നിലുണ്ടായിരുന്നത്. ഇതോടെ നയതന്ത്ര രേഖകളിലും മാപ്പുകളിലും പേർഷ്യ എന്ന പേരിന് പകരം ഇറാൻ എന്ന പേര് സ്ഥാനം പിടിച്ചു. പേര് മാറ്റിയെങ്കിലും പേർഷ്യൻ എന്ന പദവിക്ക് ഇന്നും ഇറാനിൽ വലിയ സ്ഥാനമുണ്ട്. പേർഷ്യൻ പർവ്വതാനികൾ, വാസ്തുവിദ്യ, ലഘുചിത്രങ്ങൾ, ഹാഫിസിനെയും റൂമിയെയും പോലുള്ള കവികളുടെ സാഹിത്യ സൃഷ്ടികൾ എന്നിവയെല്ലാം ഇന്നും പേർഷ്യൻ എന്ന പേരിൽ തന്നെയാണ് ആഗോളതലത്തിൽ അറിയപ്പെടുന്നത്. ആധുനിക ഇറാന്റെ ദേശീയതയുടെയും സാംസ്കാരിക വേരുകളുടെയും അവിഭാജ്യ ഘടകമായി പേർഷ്യൻ പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നു. ഇറാൻ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. മിക്ക ഇറാനികളും ഷിയ ഇസ്ലാമിനെ പിന്തുടരുന്നു. അതേസമയം മിക്ക അറബ് രാജ്യങ്ങളിൽ ഭൂരിപക്ഷവും സുന്നി മുസ്ലിങ്ങളാണ്. ഇസ്ലാമിന് മുൻപ് പുരാതന പേർഷ്യക്കാർ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഏകദൈവ മതങ്ങളിലൊന്നായ സൊറാസ്ട്രിയനിസത്തെയാണ് പ്രധാനമായും പിന്തുടർന്നിരുന്നത്. ആ പുരാതന വിശ്വാസ സമ്പ്രദായത്തിന്റെ ഘടകങ്ങൾ ഇന്നും ഇറാനിയൻ സംസ്കാരത്തിൽ ദൃശ്യമാണ്. വസന്തത്തിന്റെ തുടക്കത്തിൽ ആഘോഷിക്കുന്ന പേർഷ്യൻ പുതുവത്സരമായ നൗറൂസ് ഇസ്ലാമിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പാരമ്പര്യങ്ങളിൽ ഒന്നായി തുടരുന്നു. ഇത് ഒരു അറബ് സാംസ്കാരിക ഉത്സവമല്ല. അതേസമയം ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹങ്ങളെ പോലെ ഇറാനും ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ തുടങ്ങിയ ഇസ്ലാമിക അവധി ദിനങ്ങൾ ആചരിക്കുന്നു. 7-ാം നൂറ്റാണ്ടിൽ അറബ് മുസ്ലിം ശക്തികൾ പേർഷ്യയെ കീഴടക്കിയതോടെയാണ് ഇസ്ലാം ക്രമേണ പ്രബല മതമായത്. എന്നാൽ പേർഷ്യൻ ഭാഷയും സ്വത്വവും അപ്രത്യക്ഷമാകുന്നതിനു പകരം അവ ജനതയിലും സംസ്കാരത്തിലും അലിഞ്ഞു ചേരുകയും അവ തുടർന്നു പോരുകയും ചെയ്തു. ദക്ഷിണ ഇറാനിലെ ഫാർസ് സമതലങ്ങളിൽ നിന്ന് ഉദിച്ചുയർന്ന നഗരമാണ് പെർസെപ്പോളിസ്. BC 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ദാരിയസ് ഒന്നാമൻ സ്ഥാപിച്ച ആ നഗരമായിരുന്നു ആക്കിമെനിഡ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. BC 330-ൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആക്രമണത്തിലാണ് ആ നഗരം ഇല്ലാതായത്. ഇന്ന് ആ മനോഹര നാടിന്റെ ഓർമ്മപ്പെടുത്തലായി ചെറിയ അവശിഷ്ടങ്ങൾ ബാക്കിയാണ്. ഓരോ യുദ്ധവും ഒരു നാടിന് തീരാ ദുഃഖമാകുന്നത് ഇത്തരം ചില ചരിത്ര നിർമ്മിതികളുടെ നാശത്തോടെയാണ്. അവിടെ വീഴുന്ന ഓരോ ബോംബും ഇല്ലാതാക്കുന്നത് ആ സാംസ്കാരിക പൈതൃകത്തിന്റെ തിരുശേഷിപ്പുകളെ കൂടിയാണ്. തിരിച്ചുപിടിക്കാൻ പറ്റാത്തവണ്ണം യുദ്ധം മണ്ണിനെയും മനുഷ്യനെയും മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. നമസ്കാരം.